ഷഹാം എസ് വ്ളോഗ് എന്നെ കാണാൻ ഭംഗി. ഞാൻ എന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് നിന്നോട് പറഞ്ഞ ഇല്ലല്ലോ. എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടം. നീ പറയുന്ന പോലെ നടക്കാൻ ഞാൻ നിന്റെ ആരാ? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടക്കുന്ന ആളാണ്. എൻ്റെ ഇഷ്ടം, എൻ്റെ ഡ്രസ്സിങ്, എൻ്റെ ശരീരം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അത് ചോദിക്കാൻ നീ ആരുമല്ല. അതുപോലെ ഭംഗിയില്ല, ഭംഗിയുണ്ടോ ഇല്ലേ എന്നൊക്കെ അത് ഞാൻ തീരുമാനിച്ചോളാം. അതുപോലെ നിനക്ക് നിന്റെ ഇഷ്ടങ്ങൾ നടത്താൻ നിന്റെ കെട്ടിയോനോ നിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ സമ്മതിക്കാത്തത് എൻ്റെ കുറ്റമല്ല. അത് നിന്റേതായ കാര്യങ്ങളാണ്, അതിന് എന്നെ പറയണ്ട. ഓക്കെ? കാരണം എന്താ അറിയോ, വീട്ടിൽ കെട്ടിയോന്മാർ ഒന്നും ഒരു മരുന്നും സമ്മതിക്കുന്നുണ്ടാവില്ല. ഞാൻ ലൈവ് വരുന്നത് 10 മണിക്ക് ശേഷം വരുള്ളൂ. കാരണം ബിഗ് ബോസിൽ ഓഡിഷന് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ചിലപ്പോ എന്താ പറയാ, എന്തെങ്കിലും ആരുടെയൊക്കെ പൊട്ടവായും കൊണ്ട് കിട്ടിയാൽ ചിലപ്പോൾ ഞാൻ പോവും. അപ്പൊ സപ്പോർട്ട് ആക്കണം. പോയി അഥവാ ഞാൻ പോയാൽ സപ്പോർട്ട് ചെയ്യണം. എത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ എന്താ പറയാനുള്ളത്? അത്ര തന്നെ. ഇവിടെ എന്നെ എന്താ പറയാ, ഞാൻ ബിഗ് ബോസിൽ പോയാൽ എന്നെ തെറി വിളിക്കാനും ഇവിടെ കുറെ ആൾക്കാർ കണ്ടന്റ് ഡെയിലി എൻ്റെ കണ്ടന്റ് ആയിരിക്കും. പിന്നെ അല്ലെങ്കിലേ എന്നെ വെച്ച് പൈസ ഉണ്ടാക്കണവരാണ്. ഇനി ഞാൻ ബിഗ് ബോസിലും കൂടി പോയി പറഞ്ഞ പണിയായി. അപ്പൊ ഇനി ഷാജി ആ എപ്പിസോഡ്, ഈ എപ്പിസോഡ് അവൾ അങ്ങനെ ആക്കി, അവൾ ഇങ്ങനെ ആക്കി, അവൾ ചെയ്തത് ശരിയായില്ല, അവൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ വരും. അണ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അണ്ണൻ, അമ്മായിമാരിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു അണ്ണൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നാസർ അണ്ണനാണ്. ആ അണ്ണൻ മരിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും ഷോക്കായിട്ടാ. ഞാൻ എന്താ ഇവര് പറയണത് തന്നെ. എനിക്ക് അവിടെ പോയി എനിക്കറിയില്ല. ഞാൻ അത്താനെ കണ്ടിട്ട് കുറേ ആയി. അത്താനെ കാണലില്ല. ഞാൻ പറയില്ല, അത്താനെ കാണലില്ല. അണ്ണൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാം, അത് പറയുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ. ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, 2 വണ്ടിയുണ്ട്, കാര്യങ്ങളുണ്ട്, ഒരു കുഴപ്പമില്ല. ഷെഡ്ഡി എൻ്റെ കുട്ടീൻ്റെ ഷെഡ്ഡിയാണ്. എൻ്റെ മോൻ്റെ ട്രൗസറാണ് ആ കിടക്കണത്. എന്ത് മനുഷ്യന്മാരാണ് നിങ്ങൾ! ഒരു വീടാവുമ്പോൾ ഒരു ഷെഡ്ഡി, ബ്രേസർ, വേറെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ ഈ ഷെഡ്ഡി, ബ്രേസർ കാര്യങ്ങളൊന്നും ഇടാത്ത വ്യക്തികളാണ് എൻ്റെ ലൈവിൽ വരുന്ന ആൾക്കാർ. ഇതൊന്നും നിങ്ങൾ ഉപയോഗിക്കില്ല. ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാണുന്നു എന്നൊക്കെ പറയാൻ പോകും ചെക്കന്മാര് ഇവിടുത്തെ. ഞാൻ ബിഗ് ബോസിൽ പോട്ടെ? ഇല്ല, ബിഗ് ബോസിൽ പോണ്ട. അതാണ് ഇവിടെ നിന്നുള്ള തീരുമാനം. അതാണ് നോ. വലിയ കുട്ടികളാണെങ്കിൽ അമ്മ പൊയ്ക്കോ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഇവനെ നോക്കിക്കോളാന്ന് പറയുന്നത്. ഇവന്റെ അടുത്ത് ചോദിച്ചാ പോണ്ട. നോ. ഉമ്മാനോട് മാപ്പ് ചോദിക്കാൻ തെറ്റുകുറ്റങ്ങളില്ലാതെ ആൾക്കാർക്ക്. എൻ്റെ ഉമ്മാനോട് മാപ്പ് ചോദിക്കേണ്ട ഒരു മൈരും ആവശ്യം എനിക്കില്ല. എൻ്റെ ഉമ്മ ചെയ്തതാണ് തെറ്റ്. ഏറ്റവും വലിയ തെറ്റ് എൻ്റെ ഉമ്മ എന്നോട് മാപ്പ് ചോദിക്കണം. എൻ്റെ ഉമ്മ അല്ലേ എന്നോട്, എൻ്റെ കുട്ടികളോടും എൻ്റെ എത്തി മക്കളോടും ചെയ്തതിന് എൻ്റെ ഉമ്മ എന്നോട് മാപ്പ് ചോദിക്കണം. ഞാൻ ഒരിക്കലും എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം എന്താണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അന്തസ്സായിട്ട് 2 കൊല്ലം നല്ലപോലെ നോക്കിയ തള്ളാണ്. ഞാൻ അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ പടച്ചോനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഞാൻ എൻ്റെ പടച്ചോനോട് അത് ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ആ തള്ളൻ്റെ കാല് പിടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കാരണം 5 എത്തി മക്കളെ ആട്ടി ഇറക്കിയ തള്ളയാണ്. 5 എത്തി മക്കളിനെയാണ് ആട്ടി ഇറക്കിയത്. എന്നിട്ട് കെട്ടിയോനും കുട്ടികളും തൂണും ആണും തൂണും ഉള്ള ആൾക്കാരനെ അതിൻ്റെ ഉള്ളിൽ കയറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കണം, ആ തള്ളൻ്റെ എത്രത്തോളം ആ തള്ള അധംപതിച്ചു പോയിട്ടുണ്ട്, മനസ്സ് എത്രത്തോളം അധംപതിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ഓക്കെ? എൻ്റെ ഉമ്മാൻ്റെ മനസ്സ് എത്രത്തോളം അധംപതിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. അതുപോലെ എൻ്റെ ഉപ്പാനെ ഞാൻ നോക്കും. എൻ്റെ ഉപ്പാനെ ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. എൻ്റെ ഉപ്പ എവിടെയാണെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ, നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ അണ്ണന്മാരോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ അമ്മായിനോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എന്താണ് അത്താനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്ത പാലക്കാട് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. അത്താനെ ഞാൻ കൊണ്ടുപോകും ചെയ്യും, അത്താനെ ഞാൻ നോക്കിയെടുക്കും ചെയ്യും. അത് ഞാൻ ചെയ്യും. പക്ഷെ എൻ്റെ തള്ളനെ ഞാൻ തിരിഞ്ഞങ്ങോട്ട് നോക്കില്ല. അതെൻ്റെ വാശിയാണ്. അനുഭവിക്കും. അത് ഇന്നലെ നാളെ അനുഭവിക്കും. എൻ്റെ അത്താനോടും എന്നെയൊക്കെ എഴുതി തള്ളിയതാണ്. ഞാൻ മകളല്ലാന്ന് എഴുതി തള്ളിയ വാക്കുകളാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് എനിക്ക് പോകേണ്ട ആവശ്യമേ വരുന്നില്ല. ഭർത്താവ് കർത്താവ് മരിച്ച ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? കർത്താവ് ഉണ്ടായിട്ടും ജീവിക്കാൻ പറ്റിയിട്ടില്ല, കർത്താവ് മരിച്ചിട്ടും ജീവിക്കാൻ പറ്റില്ല. കാരണം സമ്മതിക്കും.